അതെ ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റിയ കാറ്റ് കിടന്നോളാം അതിൻ്റെ ഉള്ളിൽ കൂടെ. നമ്മുടെ ഈ മിക്കവാറും ഈ മലയാറ്റൂർ ഡിവിഷനിലെ കൂടുതൽ ഏരിയ എന്ന് പറയുന്നത് ഈ കൊടനാട്, ഈ കാലടി സ്ഥലങ്ങളിൽ, ഈ വണ്ണത്തിനടുത്തുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ ഇഷ്യൂസ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇപ്പോൾ ഈ കാലടി റേഞ്ചിൽ നമ്മുടെ ഈ പട്ടിപ്പാറ സ്ഥലത്തിൽ ഈ അടുത്ത സമയങ്ങളിൽ ഇതുപോലെ പുലി വന്നിട്ട് കുറേ ഈ പശുക്കളെ കടിച്ച് കൊണ്ടു മറിക്കുന്നതായിട്ടുള്ള സംഭവം കേട്ട് പിന്നീട് ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഒരു കൂണ്ട് അവിടെ ഉണ്ട് സെറ്റ് ചെയ്ത് നമ്മുടെ അവിടുത്തെ ജനപ്രതിനിധികളും നാട്ടുകാരും വളരെ നല്ല രീതിയിലാണ് സഹായിച്ചത്. അപ്പോൾ അങ്ങനെ വെച്ചപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് പുലി കിട്ടി. അപ്പോൾ അത് രാവിലെ അവരോട് സഹായത്തോടെ കൂടി നമ്മൾ അത് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെറ്ററിനറി ഡോക്ടർ വന്നിട്ട് അത് പരിശോധിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ഈ വളരെ അടൻ്റെ അകത്തുള്ള ഉൾക്കാടുകൾ നമ്മൾ റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. നോർമൽ പ്രൊസീജിയറുണ്ട്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയറനുസരിച്ച് നമ്മൾ ഉൾക്കാടിൽ റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിൽ നമ്മൾ കുറേ പരിപാടികൾ ആൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഭാഗത്തിലെല്ലാം നമ്മുടെ ഈ വനത്തിനോട് കൂടി കുറേ ആൾക്കാർ താമസിക്കുന്നത് കൊണ്ട് ഈ വന്യമൃഗ ശല്യം കൂടുതലായിട്ടും ആനേൻ്റെ ശല്യം കൂടുതലാണ്. പിന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് റെയറായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇതുപോലെ പുലി പുറത്ത് വന്നിട്ട് ഈ പശുക്കളെ പിടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് അവിടുത്തെ ലോക്കൽ ആൾക്കാരുടെ സപ്പോർട്ട് വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ ഈ ഇഷ്യൂ നമ്മൾ പെട്ടെന്ന് വന്നിട്ട് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറേ സ്റ്റെപ്പ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാവരും സഹായിച്ചാലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ജനവാസ മേഖലയായ പട്ടിപ്പാറ, കടുകുളങ്ങര, അതോടൊപ്പം തന്നെ കണ്ണിമംഗലം, പാണ്ടുപാറ, പ്ലാന്റേഷൻ മേഖല, അയ്യമ്പുഴ, ചുള്ളി, പോർക്കുന്നുപാറ, ഒലുവുണ്ട് എന്നീ മേഖലകളിൽ വന്യമൃഗ ശല്യം വളരെ രൂക്ഷമാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഇതിപ്പോൾ രണ്ടാമത്തെ പുലിയാണ് ജനവാസ മേഖലയിൽ നമ്മൾ കൂടുവെച്ച് പിടിക്കുന്നത്. അതോടൊപ്പം തന്നെ ജനങ്ങളാകെ ഈ പഞ്ചായത്തിലെ ജനങ്ങളാകെ പരിഭ്രാന്തിയിലാണ് മൃഗങ്ങളുടെ ശല്യം കൊണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതിന് നടപടികൾ എടുക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ സഹായ സഹകരണങ്ങളും ആ പ്രദേശത്ത് ഹൈമാക്സ് ലൈറ്റ് ഉൾപ്പെടെ സ്ട്രീറ്റ് ലൈറ്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. അതോടൊപ്പം തന്നെ കാട്ടാന ശല്യവും വളരെ രൂക്ഷമാണ് അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്ത്. ഏകദേശം 6ഓളം കാട്ടാന കൂട്ടങ്ങൾ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൃഷി നശിപ്പിക്കുന്ന ഒരവസ്ഥ ഇന്ന് നിലവിലുണ്ട്. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ 2 വർഷമായി നിരവധി തവണ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനും MLA അടക്കം നമ്മൾ റെസൊല്യൂഷൻ എടുത്ത് പാസ്സാക്കുകയും കൊടുക്കുകയും അതിൻ്റെ ഭാഗമായി 8 കിലോമീറ്ററോളം നമുക്ക് ഫെൻസിങ് സ്ഥാപിച്ച് അയ്യമ്പുഴ പഞ്ചായത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ജനങ്ങളുടെ ഭീതി ഒഴിവാക്കാനുള്ള എല്ലാവിധ നടപടികളും എടുക്കണമെന്ന് ഈ അവസരത്തിൽ പറയുകയാണ്.